സിനിമയെ സിനിമയായിട്ട് കാണൂ. നിങ്ങൾ മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ടല്ലേ കാണുന്നത്? എല്ലാവർക്കും കൈയും കാലും ഒരു തലയും മാത്രമല്ലേ ഉള്ളൂ. വിജയുടെ ജനനായകന് എന്താണ് ശരിക്കും സംഭവിച്ചത്? അത് എങ്ങനെയാണ് യൂട്യൂബിൽ വന്നത്? മറ്റ് സമൂഹ മാധ്യമങ്ങളിലും എങ്ങനെയാണ് വന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നമൊക്കെ നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. ഒരു പേര് മാറ്റിയാൽ പോലും പ്രശ്നമുണ്ടാവുന്ന ഈ രാജ്യത്ത് സിനിമയിൽ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് കളിയാക്കി പറഞ്ഞത് കൊണ്ടാണ് വിജയുടെ ജനനായകൻ സിനിമയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വിജയ് രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിൽ കണ്ടാണ് ഈ ഒരു സിനിമ എടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്ത് പറയാൻ പറ്റും? മോരും പുളിച്ചു, മോരിന്റെ പുളിയും അങ്ങനെ എന്തോ സംഭവിച്ചു. എന്നാലും ഇലക്ഷൻ കഴിഞ്ഞു, ഇനി പടം ഇറങ്ങിയില്ല എന്താ, ഇറങ്ങിയില്ലെങ്കിൽ എന്താ. പക്ഷെ പാവപ്പെട്ട നിർമ്മാതാക്കൾക്ക്, ഈ പൈസ മുടക്കുന്ന ആൾക്കാർക്ക് ലാഭം വേണമല്ലോ. ഈ പൈസ ബാങ്കിൽ കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ പോലും കോടികൾ പലിശ കിട്ടിയേനെ. ഇത് ഈ പെട്ടിക്കകത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഇത് ഇറക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. ആ പലിശയുടെ ലാഭം പോലും ഇനി ഇറക്കിയിട്ടും കിട്ടത്തില്ല. OTT ഇറക്കുകയാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒരു ഉപയോഗവുമില്ല. കാരണം ഭഗവത് കേസരി എന്ന നന്ദമുരി ബാലകൃഷ്ണയുടെ പടത്തിന്റെ തമിഴ് റീമേക്ക് ആണ്. ഈ വിനോദിന്റെ പടങ്ങൾ അറിയാം. ഈ തീരൻ അധികാരമുണ്ട് എന്നൊരു പടം ഒഴിച്ചാൽ എല്ലാം എനിക്കിഷ്ടമല്ലാത്ത പടങ്ങൾ മാത്രമാണ് പുള്ളിക്കാരെ എടുത്തിട്ടുള്ളത്. തീരം അധികാരമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അതേ രീതിക്ക് പുള്ളിക്കാരി പടം എടുത്തിരുന്നെങ്കിൽ ഉറപ്പായും അത് 100 കോടിയല്ല 500 കോടിക്ക് മേലും കിട്ടിയിട്ടുണ്ട്. നല്ല കഴിവുള്ള ഒരു സംവിധായകൻ തന്നെയാണ് വിനോദ്. ഇപ്പോൾ സൂര്യയെ വെച്ച് പടം എടുക്കാൻ പോകുന്നു. എന്താവുമെന്ന് കണ്ടറിയാം. ഇപ്പോൾ നമ്മൾ ജനനായകനെ കുറിച്ച് പറയുന്നത്, സിനിമയിൽ പറയുന്ന വിഷയം അത് രാഷ്ട്രീയമാണ്. ഇന്ത്യൻ ആർമിയിലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഇതില് കൂടുതലായി സ്ത്രീകൾക്കുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിജയ് ഒരു അച്ഛനായിട്ടാണ്, മകളായിട്ട് വരുന്നത് മമതാ ബൈജു ആണ്. മമിത ബൈജു ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിലനിൽക്കും. ഈ ഒരു ചിത്രത്തിന്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ടിയെ കളിയാക്കിയത് കൊണ്ട് മാത്രമല്ല, വിജയുടെ അവസാനത്തെ പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാര വെച്ചേക്കാമെന്ന് ചില കക്ഷികൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ തമിഴ് റോക്കേഴ്സ് പോലും ഈ ഒരു പടം തിയേറ്ററിൽ വരുന്നതിന് മുൻപ് ഒരിക്കലും ഇത് സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയില്ല. അവർ ഇപ്പോഴും ഉണ്ട്. കാരണം ഈ തമിഴ് റോക്കേഴ്സിന് പോലും കുറച്ചെങ്കിലും അന്തസ്സുണ്ട്. തിയേറ്ററിൽ പോലും വരാതെ ഒരു ലാഭം പോലും കിട്ടാത്ത ഒരു പടം അവർ പോലും എടുക്കില്ല. അവർ എന്നെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആരാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്? ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചാനൽ നാളെ പൂട്ടും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഒരു സിനിമ എടുക്കുമെന്ന് പറഞ്ഞാൽ സംവിധായകൻ ആരും ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, അത്ര കഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരു സിനിമ എടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്ന് നാക്കൊണ്ട് അലച്ചത് കൊണ്ട് ആർക്കും ഒരു സിനിമ എടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ ആദ്യം കാണേണ്ടതും നോക്കി കാണേണ്ടതും ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സിനിമയല്ലേ. ഇപ്പോൾ ഈ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല, രണ്ടാം ഭാഗം ഇറങ്ങിയപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല. ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്ത് വെച്ചപ്പോൾ മറ്റൊരു കോടതി മുഖാന്തരം ആ സ്റ്റേ പിൻവലിക്കുകയും തിയേറ്ററിൽ ഇറങ്ങുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള പടം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കുഴപ്പം. സിനിമയെ സിനിമയായിട്ട് കാണും. അപ്പം പോയി ഈ പുഴ മുതൽ പുഴ വരെയും സിനിമ തന്നെ അല്ലേ എന്ന്. എല്ലാം സിനിമ മാത്രമാണ്. ഈ സ്വകാര്യ വ്യക്തികളായിട്ടും സിനിമയെ ജാതിപരമായിട്ടും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ടല്ലേ കാണുന്നത്? എല്ലാവർക്കും കൈയും കാലും ഒരു തലയും മാത്രമല്ലേ ഉള്ളൂ. ഇത് പല വിധത്തിലുള്ള പല ജാതിയിലുള്ള ആൾക്കാർ, പല ജാതിയിലുള്ള ദൈവങ്ങളാണ് ഇവിടെ ഉള്ളതെങ്കിൽ ആ പല ജാതിയിലുള്ള ദൈവങ്ങളും പല രീതിക്കല്ലേ മനുഷ്യന്മാരെ സൃഷ്ടിക്കുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് എല്ലാവർക്കും ഒരേ തല, ഒരേ കാല്, ഒരേ കൈ, ഒരേ നരമ്പ്, ഒരേ മാംസം, ഒരേ എല്ലുകൾ? അതെങ്ങനെ? 108 മർമ്മങ്ങൾ എങ്ങനെ ഉണ്ടായി? അതെങ്ങനെയാണ് ഓരോ മനുഷ്യർക്കും ഒരേ നരമ്പുകൾ, അതിലൂടെ ഒരേ രക്തത്തിന്റെ നിറം ചുവപ്പ്, ഒരേ ഉണ്ടക്കണ്ണ്, ഒരേ മൂക്ക്, ഒരേ വായ? ഇതെങ്ങനെ? പലതരം പല ജാതിയിലുള്ള ദൈവങ്ങളാണെങ്കിൽ ഇതെല്ലാം പലതായിട്ട് തന്നെയല്ലേ വരേണ്ടത്? ഇതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് സിനിമയെ കുറിച്ച് കുറ്റം പറയാതെ ഒരു കലാപരമായിട്ടുള്ള ഒരു സൃഷ്ടി അത് പുറത്തിറങ്ങണമെന്ന് പ്രാർത്ഥിക്കും. ഉടൻ തന്നെ ഈ ഒരു ജനനായകൻ എന്ന ചിത്രം തിയേറ്ററിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ വീഡിയോ നിർത്തുന്നു. ഞാൻ പറഞ്ഞ ഈ ഒരു വാക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഞാൻ വിനോദത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, മഹാവിഷ്ണു. ടാറ്റാ.